പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. അതിൽ കുറേ കാറ്റഗറി ഉണ്ട്. അതിൽ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയിലെ ഫ്യൂച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. നമുക്കാദ്യം എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇൻപുട്ട് പ്രോസസ് ആൻഡ് സ്റ്റോർ പ്രോസസ് ആൻഡ് ഗീവ് എ ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതിൽ നമുക്കൊരു പ്രോസസ്സ് അതിന് ഇൻപുട്ട് ചെയ്യാം, പിന്നെ അത് അതിൽ സ്റ്റോർ ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അതിൽ കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ ഫീച്ചേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷനാണ്. കമ്പ്യൂട്ടറിന് നല്ല ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷനാണുള്ളത്. പെർ സെക്കൻഡ്സിൽ മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് അതിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മൈക്രോ സെക്കൻഡ്സിലും നാനോ സെക്കൻഡ്സിലും വരെ നമുക്ക് ഓരോ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നുള്ളത് അക്യുറസിയാണ്. കമ്പ്യൂട്ടറിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം അക്യുറേറ്റ് ആയിക്കാരം. ഇറേഴ്സ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇറേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഇറേഴ്സ് വരുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ കാൽക്കുലേഷൻസ് ആൾവേസ് അക്യുറേറ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് അതിൽ സ്റ്റോറേജാണ്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പർപ്പസ് തന്നെ അതിന് ഇൻഫോർമേഷൻ സ്റ്റോറേജ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പർപ്പസ് തന്നെ. അതിൽ ലാർജ് എമൗണ്ട്സ് ഓഫ് സ്റ്റോറേജ് നമുക്ക് ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടറിൽ. കമ്പ്യൂട്ടർക്ക് ലാർജ് എമൗണ്ട്സ് ഓഫ് സ്റ്റോറേജ് ചെയ്യാൻ കഴിയും. മനുഷ്യൻക്കാണെങ്കിൽ അത്ര എമൗണ്ട്സ് ഓഫ് സ്റ്റോറേജ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും. പിന്നെ അടുത്തത് വെസറ്റാലിറ്റിയാണ്. വെസറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് സെയിം ആക്യുറേറ്റിലും എഫിഷ്യൻസിയിലും നമുക്ക് ചെയ്യും. പക്ഷേ മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതിൽ അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ്. ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഒരു ഹ്യൂമൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യും. ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറിലാണ് നമുക്ക് എന്തെങ്കിലും ബോട്ടോ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ചെയ്യും. നമ്മളെ ഹെൽപ്പും കൂടി ഇല്ലാതെ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത ഡെലിഗൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മില്യൺസ് ഓഫ് വർക്കുകൾ ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ കഴിയും. പക്ഷേ ഹ്യൂമൻസിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഒന്ന് വായിക്കുകയും ഭക്ഷണം കഴിക്കുകയും റീഡ് ചെയ്യുകയൊന്നും എല്ലാം ഒപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഏഴാമത്തെ കോംപ്ലക്സിറ്റിയാണ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡായ വർക്കുകൾ പോലും നല്ല പെർഫെക്റ്റ് ആയിക്കാണ്ട് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയും. നല്ല ഹാർഡായ ഏതെങ്കിലും ഡാറ്റയും ഇതൊക്കെ അതിന് സുഖമായിട്ട് റീഡ് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തത് എട്ടാമത്തെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോഗ്യമായതാണ്. നമുക്ക് എപ്പോഴും കമ്പ്യൂട്ടറിനെ വിശ്വസിക്കുക. അതിൻ്റെ റിസൾട്ട് എപ്പോഴും സെയിം ആയിരിക്കും. അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഇപ്പം നമ്മൾ 2+3 അടിച്ചാൽ അത് എല്ലാ സമയവും അതിൽ റിസൾട്ട് വരുന്നത് 5 എന്നായിരിക്കും. അതാണ് കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ ഫ്യൂച്ചേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഡാറ്റ എന്നുള്ളതാണ്. ഡാറ്റ ഈസ് എ റോ ഓഫ് ഫാക്ട് വിച്ച് ഡസ് നോട്ട് ക്യാരി എനി സ്പെസിഫിക് മീനിങ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു റോ ഓഫ് ഫാക്റ്റാണ്. അത് ഒരു സ്പെസിഫിക് മീനിങ് നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിലുള്ളത്. അത് കമ്പ്യൂട്ടറിന് മാത്രം റീഡ് ചെയ്യാൻ പറ്റുന്നത് ആണ്. പിന്നെ ഡാറ്റ ഈസ് അൺപ്രോസസ്ഡ് ഫോമാണ്. പ്രോസസ്സ് ചെയ്യാത്ത ഫോമാണ്. പിന്നെ അടുത്തത് അതിൽ തന്നെ ഉള്ളതാണ് ഇൻഫോർമേഷൻ. ഈ ഡാറ്റനെ പ്രോസസ്സ് ചെയ്ത് കണ്ടുള്ള ഫോമിലേക്ക് മാറ്റുമ്പോഴാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫോർമേഷനാണ് നമുക്ക് റീഡ് ചെയ്യാനും ഇതാക്കാനൊക്കെ കഴിയുന്നത്. പിന്നെ അതിൽ തന്നെ അടുത്തതുള്ളതാണ് ഫോംസ് ഓഫ് ഡാറ്റ. ഫോംസ് ഓഫ് ഡാറ്റയിൽ 2 ടൈപ്സ് ഡാറ്റ ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ കഴിയാത്ത ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് ഒരു വേർഡ് ഫോമിലായിരിക്കും. അതിനെ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നതാണ്
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞത്. ആ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തന്നെ 2 കാറ്റഗറി ഉണ്ട്. കാറ്റഗറിയൽ ഡാറ്റയും 2 കണ്ടിന്യൂസ് ഡാറ്റയും. കാറ്റഗറിയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അതിനൊരു ഗ്രൂപ്പാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റാൻ കഴിയുന്നതിനാണ് കാറ്റഗറിയൽ ഡാറ്റ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഏജ് അല്ലെങ്കിൽ ക്ലാസ്സിലെ ഒരു മാർക്ക്, ഒരു ഏജുള്ള ഗ്രൂപ്പ്, ഒരു 15 വയസ്സായ ഏജുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ അതേമാതിരി പിന്നെ ഒരു മാർക്ക്, ഒരു ക്ലാസ്സിലെ ഇന്ന മാർക്കുള്ള കുട്ടികളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹൈറ്റും ഒരു വെയ്റ്റും അതെപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ. അതിൻ്റെ മെയിൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ ഇതൊക്കെയാണ്. അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് പറയാനുള്ളത് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നാണ്. ബിസിനസ് ഡാറ്റ അനാലിസിസിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒരു കമ്പനി അവരുടെ ബിസിനസ് ഡാറ്റ അനലൈസ് ചെയ്യൽ ഇപ്പോൾ ഒരു പാസ്റ്റത്തെയും പ്രസൻറ്റത്തെയും ഡാറ്റ എടുത്തുകൊണ്ടേക്കാരം അനലൈസ് ചെയ്യൽ. ഇപ്പോൾ പാസ്റ്റിൽ ഓൾക്ക് എത്രമാതിരി റവന്യൂ ഉണ്ടായിരുന്നു, എത്രമാതിരി ഓൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ പ്രസൻറ്റിൽ ഇപ്പോൾ ഓൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അതെങ്ങനെ ഇനി സോൾവ് ചെയ്യാം, അത് വെച്ചിട്ടൊരു ഗുഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ് ആണ്. അതിലൊന്നാമത്തെ മെത്തഡോളജി ഫോർ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും, അതിലൂടെ നമുക്ക് നമ്മളുടെ റവന്യൂ കാര്യങ്ങളൊക്കെ ആ ഡിസിഷൻ മേക്കിങ്ങിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിൾ. ഇപ്പോൾ നമ്മൾ അവൈലബിളിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മളേക്കുള്ള മുമ്പുള്ള ഡാറ്റയും നമ്മളെ കൈക്കലുണ്ട്, ഇപ്പോഴുള്ള സെക്കൻഡറി ഡാറ്റയും നമ്മളെ കൈക്കലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതിൽ മൂന്നാമത് പറയാനുള്ളത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്നാണ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ ദ ഇൻഫർമേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ടു മേക്ക് കോമ്പറ്റേറ്റീവ്. എല്ലാ കമ്പനിക്കും അതേതായ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനെ ബെസ്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കമ്പനീനെ ഏറ്റവും ബെറ്റർ ആക്കാൻ സാധിക്കുന്നതോ ആ കമ്പനികളാണ് വിജയിക്കൽ. ഇനി അടുത്തത് അതിൽ നാലാമത്തത് വാല്യുബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനൊരു ഇൻഫർമേഷൻ ആക്കിയിട്ട് നമുക്ക് കമ്പനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി കമ്പനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ളത് അതിലേക്ക് മാറ്റുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ഇതിൽ 4 ടൈപ്പ് അനാലിസിസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, സെക്കൻഡ് വൺ ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, തേർഡ് വൺ പ്രിഡിക്റ്റീവ് അനാലിസിസ്, ഫോർത്ത് വൺ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇതിൽ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടെത്തലാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഡിസ്ക്രൈബ്സ് ഓർ സമ്മറീസ് ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റ. Then it helps to understand what has happened in the past and what is happening currently. Then descriptive statistics are used to analyze data. Second one diagnostic analysis, why it is happening എന്നതാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. Then diagnostic analysis helps to find out the reason for happening things revealed in descriptive analysis. It examines the past performance to determine what happened and why. It helps find out reasons behind a problem and issue in business and to troubleshoot it. Third one, predictive analysis. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് what is likely to happen. This analysis helps to predict and forecast future events and trend with the help of past data. It was data mining, statistical models, machine learning and automation, artificial intelligence, etc. to extract trend from existing data and to form prediction about the future. Last one, prescriptive analysis. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഡു ഇൻഡിഡ് ടു ഡു. ഇറ്റ് ഹെൽപ്സ് ടു ചൂസ് ദ ഡിസൈഡ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് ദ അവൈലബിൾ
alternatives to achieve the objective and goals of business. It also prescribes steps to avoid the future problem and loss. Then phase of data analysis. Data analysisന്റെ സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡാറ്റ റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈപ്സ് ഓഫ് ഡാറ്റ റിക്വയർഡ് ഓർ ഹൗ ദ ഡാറ്റ ഈസ് ഗ്രൂപ്പ്ഡ്. സെക്കൻഡ് സ്റ്റേജ് ഡാറ്റ കളക്ഷൻ, പ്രോസസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ on targeted variables identified as data requirements. Third one, data processing. The data that is collected must be processed or organized for analysis. Fourth stage, data cleaning, process of preventing and correcting errors. Fifth stage, data analysis, analyze data to draw inference and conclusions. Then next, components of business analytics. First one, data aggregation. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടായിരിക്കും. ഇൻകംപ്ലീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ എറേഴ്സിനൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഡാറ്റ അഗ്രിഗേഷൻ എന്ന കോമ്പോണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ഡാറ്റ മൈനിങ്. ഇൻ ദ സെർച്ച് ടു റിവീൽ ആൻഡ് ഐഡൻറ്റിഫൈ previously unrecognized trend and patterns. Model can be created by mining through vast amounts of data. Data mining employs several statistical techniques like classification, regression. Then മൂന്നാമത്തെ component, association and sequence identification. In many cases, consumers perform similar action at the same time or perform predictable actions sequentially. Next, text mining. Companies can also collect textual information from social media sites, blog comments, and call center script to extract meaningful relationship indicators. This data can be used to develop demand new product, improve customer service experience, and review competitor performance. Then next, forecasting. A forecast of future events or behaviors based on historical data can be created by analyzing processes that occur during a specific period or season. For example, people demand for more gas for a city with a population in any given month or quarter. Next one, predictive analytics. Companies can create, use, and manage predictive scoring models, positively addressing events such as customer behavior narrowed down to customer age bracket, income level, lifetime of existing account, and availability of promotions. Then next one, optimization. Companies can identify best case scenarios and next best action by developing and engaging simulation techniques. For example, inventory stocking and shipping options that optimize delivery schedules and customer satisfaction without sacrificing warehouse space. Then last one, data visualization. Interactive graphics and other visual images are used to present the output to management. Then challenges faced by business analytics. Business analytics face ചെയ്യുന്ന challenges എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ്. സെക്കൻഡ്, poor collaboration, lack of teamwork among the department. മറ്റൊന്ന് പറയുന്നത് lack of commitment. Then last one, slow information maturity, low quality of data. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ബിസിനസ് 4 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിക്റ്റും പുവർ കോളബറേഷനും ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റും സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി. എക്സിക്യൂട്ടീവ് ഡിസ്ട്രിക്റ്റ്. It is not practical to get consent of everyone in upper management to implement business analytics. Although most organizations have adopted some from the business analytics, analytics still an area viewed with a doubt by any top-level executive. Therefore, must be built in effective leverage data analysis. Executive skill district. അപ്പർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള എല്ലാവരുടെയും കൺസെപ്റ്റ് എടുക്കൽ എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. എങ്കിലും ഒരുവിധം ഓർഗനൈസേഷൻ ബിസിനസ് അനാലിറ്റിക്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിന് ഡൗട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ബിസിനസ് അനാലിറ്റിക്സ്. ചലഞ്ച് ഫേസ്ഡ് ബൈ ബിസിനസ് അനാലിറ്റിക്സ് രണ്ടാമത്തെ സബ് പോയിന്റാണ് പുവർ കൊളാബറേഷൻ. Poor collaboration, lack of teamwork among the some department can slow the evaluation and implementation of analytics-driven initiative. Business and IT personnel must come together and analytic strength of success. Poor collaboration creates the risk and the analytics won't provide the information needed, leading to further distract and potential abandonment of the new system.
പുവർ കൊളാബറേഷൻ പോലെ ഡിപ്പാർട്ട്മെന്റുകളിലും ബിസിനസ് അനാലിറ്റിക്സിന്റെ വിലയിരുത്തലുകളും നടപ്പിലാക്കുകയും വളരെ പതുക്കെയാണ്. അനലിറ്റിക്സ് സ്ട്രാറ്റജി സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ IT പേഴ്സണും ബിസിനസ് പേഴ്സണും ഒപ്പം വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കൂ. പുവർ കൊളാബറേഷൻ ബിസിനസ് അനാലിറ്റിക്സ് റിസ്ക് ഉണ്ടാക്കും. ഇൻഫർമേഷൻ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ സംവിധാനത്തെ ഉപേക്ഷിക്കാനും അവസരം ഉണ്ടാക്കുന്നു. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. നമ്മളൊരു ഡാറ്റ ഇൻഫർമേഷൻ ആക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ടൈമിലും സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നില്ല. ചില എറേഴ്സ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനാണ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി. ലോ ക്വാളിറ്റി ഡാറ്റ ലോ ക്വാളിറ്റിയിലായിരിക്കും. രണ്ടാമത്തെ ടോപ്പിക്കായ ബിസിനസ് അനാലിറ്റിക് ടൂൾസ്. ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഡാറ്റകൾ കളക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബിസിനസ് അനാലിറ്റിക് ടൂൾ. അതിന് എക്സാമ്പിളാണ് പി പ്രോഗ്രാമിംഗ്, പൈതൺ, സാസ്, ടേബിൾ പബ്ലിക്, എക്സൽ, ക്നീം, ബേർഡ് എക്സെട്ര. ട്രെൻഡ്സ് ഇൻ ബിസിനസ് അനാലിറ്റിക്സ്. ബിഗ് ഡാറ്റ. ഒരുപാട് ഡാറ്റ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇത് അഡ്വാൻറ്റേജുമാണ്. അതുപോലെ ഒരുപാട് ഡാറ്റ വരുമ്പോൾ അതൊരു ചലഞ്ചായിട്ട് മാറും. ഇതൊരു ഡിസഡ്വാൻറ്റേജും കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഡാറ്റ അനലൈസ് ചെയ്യാം. അതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഡീപ്പ് ലേണിംഗ്. ഒരു ഡാറ്റ ലഭിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊഡക്റ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നു. അതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇതും ഒരു തരം ഡീപ്പ് ലേണിംഗ് ആണ്. ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്ത് ഒരു ഡിവൈസിൽ നിന്നുള്ള മറ്റു ഡിവൈസ് കണക്ട് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. മൈക്രോ സെഗ്മെൻറ്റേഷൻ. ബിഗ് ഡാറ്റ എല്ലാം ചെറിയ സെഗ്മെൻറ്റിലേക്ക് ആക്കി ലേൺ ചെയ്യുന്ന രീതിക്കാണ് മൈക്രോ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെയധികം സിമ്പിളും പിന്നെ യൂസ്ഫുള്ളും ആവുകയും ചെയ്യും. ക്ലൗഡ് കോമ്പാക്റ്റിംഗ്. ഇൻ്റർനെറ്റ് ഹെൽപ്പ് യൂസ് ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുക, മാനേജ് ചെയ്യുക, ബിസിനസ്സിന് ആവശ്യമുള്ള നേരത്തെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ക്ലൗഡ് കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. ഒന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് എഫിഷ്യൻസി വർദ്ധിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇൻസൈറ്റ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ. ഡാറ്റ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും. തേർഡ് പോയിന്റ്, കീപ് അപ്ഡേറ്റിംഗ്. ഫോർത്ത് പോയിന്റ്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. മോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ്. അനലൈസ് ചെയ്യുന്ന വഴി ഓഡിയൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും അതിനു കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. അതിലൂടെ നമുക്ക് ഒരു നല്ല മാർക്കറ്റിംഗ് ഉണ്ടാക്കാനും സാധിക്കും. സിക്സ്ത് പോയിന്റ്, ബെറ്റർ കസ്റ്റമർ സർവീസ്. ഓഡിയൻസിന്റെ നീഡ്സ്, വാണ്ട്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതിനാണ് ബെസ്റ്റ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. സെവൻത് പോയിന്റ്, മോർ എഫിഷ്യന്റ് ഓപ്പറേഷൻ. എയ്ത്ത് പോയിന്റ്, പ്ലാൻ ഫോർ ഫ്യൂച്ചർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കുന്നു. Disadvantages of business analytics. Lack of alignment, availability and trust. വിശ്വാസം ഇല്ലാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. ഹൈ ക്വാളിറ്റി ഡാറ്റ യൂസ് ചെയ്താൽ മാത്രമേ ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. ദ പേഴ്സൺ ഹൂ ഡു ദിസ് ബിസിനസ് ഡാറ്റ അനാലിസിസ് ഈസ് കാൾഡ് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. ബിസിനസ് ഡാറ്റ അനലൈസിസ് ചെയ്യുന്ന ആളെയാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അനലിസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്നതും IT സെക്ഷനിൽ ആയിരിക്കും. ബിക്കോസ് കമ്പ്യൂട്ടറൈസ്ഡ് വർക്കാവും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാറ്റ അനലിസ്റ്റ്. പ്രൊഡ്യൂസിങ് റിപ്പോർട്ട്. അനലിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഡാറ്റയെക്കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് പാസ് ചെയ്തിരിക്കണം. സ്പോട്ടിംഗ് പാറ്റേൺ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഫ്യൂച്ചറിന് വേണ്ടി നല്ല പാറ്റേൺ എല്ലാം എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആളായിരിക്കണം. കൊളാബറേഷൻ വിത്ത് അതേഴ്സ്. തനിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം. കളക്ട് ഡാറ്റ ആൻഡ് സെറ്റിംഗ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചർ. ഡാറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നല്ല ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ കഴിവുള്ള ആളായിരിക്കണം. സ്കിൽ റിക്വയർഡ് ഫോർ ഡാറ്റ അനലിസ്റ്റ്.
പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്, ഒരു കാര്യത്തെക്കുറിച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഡാറ്റ വിഷ്വലൈസേഷൻ, ഓരോ ഡാറ്റയെയും ഏത് രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആളായിരിക്കണം. ഡാറ്റ വെയർഹൗസ്, ഡാറ്റ ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ അറിവുള്ളവരായിരിക്കണം. SQL ഡാറ്റാബേസ് ക്വയറിംഗ് ലാംഗ്വേജ്, 2 ലാംഗ്വേജിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഡാറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ്, ഡാറ്റയിൽ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് എക്സലിനെ അനലിറ്റിക് ടൂൾ, എക്സലിനെ കുറിച്ചുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിവുള്ളതായിരിക്കണം. മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ജോബ് ആയിരിക്കുന്നതിനാൽ അതിനെക്കുറിച്ച് അതിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ, ഡാറ്റേനെ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്ന മീനിങ്. നോളജ്, മീനിങ്ലെസ് ഡാറ്റേൻ്റെയും മീനിങ്ഫുൾ ഇൻഫർമേഷൻ്റെയും ആയിട്ടുള്ള ഫോം ആണ് നോളജ്. സോഴ്സ് ഓഫ് ഡാറ്റ, ഇൻറ്റേർണൽ ഡാറ്റ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ. ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ഡാറ്റ ആണ് ഇൻറ്റേർണൽ ഡാറ്റ. എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനിയുടെ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഡാറ്റ. ഇൻറ്റേർണൽ ഡാറ്റ ലഭിക്കുന്ന സോഴ്സ്, അക്കൗണ്ടിംഗ് റിസോഴ്സ്, സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട്, ഇൻറ്റേർണൽ എക്സ്പേർട്സ്, മിസ്ലേനിയസ് റിപ്പോർട്ട്. നമ്മൾ ഇൻറ്റേർണൽ ഡാറ്റ, എക്സ്റ്റേണൽ ഡാറ്റ ആയിരുന്നു ഈ ചാപ്റ്ററിൽ അവസാനം പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് ഡാറ്റ കളക്ഷനാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഏത് രീതിയിലായിക്കോട്ടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ വരുന്നുണ്ട്. പ്രധാനമായും 2 മെത്തേഡ്സാണ് ഉള്ളത്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന രീതി. അതായത് നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ ചെന്ന് പോയി കളക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ ആർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ദ സർവയർ. അതുപോലെ തന്നെ ദ ഡാറ്റ കളക്റ്റഡ് ആർ പ്യൂർ ആൻഡ് ഒറിജിനൽ ആൻഡ് കളക്റ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. നമ്മൾ നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് തന്നെ അത് പ്യൂർ ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന 4 രീതിയിലൂടെയാണ്. ഒന്ന്, പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു സർവയർ കളക്ട്സ് ദ ഡാറ്റ ഹിംസെൽഫ്. ആൾ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണിത്. അടുത്തത് കളക്ഷൻ വിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അതായത് നമ്മൾ ഒരാൾ നിയമിക്കുകയാണ്, ഒരു എംപ്ലോയിയെ നിയമിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ കളക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇത്. അടുത്തത് ക്വസ്റ്റിനെയേഴ്സ്. ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ അതിൻ്റെ ആൻസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ടെലിഫോൺ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ടെലിഫോണിലൂടെ ചോദിച്ചറിയുന്ന ആ ഒരു മെത്തേഡിനെയാണ് ടെലിഫോൺ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ നമ്മൾ പറഞ്ഞു, അതിനുള്ള 4 മെത്തേഡ്സും പറഞ്ഞു. അടുത്തത് നമ്മൾ പറയുന്നത് സെക്കൻഡറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്നാൽ ആൾറെഡി ആരെങ്കിലും പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയാണ്. അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് സച്ച് ആസ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഗവൺമെൻറ്റിൻ്റെ ഡാറ്റകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡാറ്റ പബ്ലിഷ്ഡ് ബൈ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് അസോസിയേറ്റ്സ്. മറ്റുള്ള അസോസിയേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ജേർണൽ, ന്യൂസ് പേപ്പേഴ്സ്, ഇതിൻ്റെ ഒക്കെ സഹായത്തോടെ ഡാറ്റ കളക്ട് ചെയ്യാം. ഇതൊക്കെ എക്സ്റ്റേണൽ ഡാറ്റ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റയിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് 2 ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഡാറ്റ ക്വാളിറ്റിയെ കുറിച്ചാണ്. ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് അത്രയും ക്വാളിറ്റിയുള്ള ഡാറ്റ തന്നെ ആയിരിക്കണം. അതൊരുപാട് പ്രോസസ്സിന് ശേഷമാണ് ഒരു ഇൻഫർമേഷനായി മാറുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ ഈ ഡാറ്റ ആദ്യം കളക്ട് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിയോട് കൂടി ആയിരിക്കണം. ക്വാളിറ്റി ഇല്ലാത്ത ഡാറ്റ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും അതുപോലെയാവും. സോ ഡാറ്റ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. അടുത്തത് ഇനി പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ആണ്, ഡാറ്റ ക്വാളിറ്റിയാണ്. ഡാറ്റയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ മോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് നല്ല ഈ ഡിസിഷൻ അതുവഴി നമുക്ക് എടുക്കാൻ കഴിയുന്നു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ബെറ്റർ കസ്റ്റമർ ടാർഗറ്റിംഗ് ആണ്. അതായത് ഡാറ്റ ക്വാളിറ്റി ആൾസോ ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് കസ്റ്റമർ ടാർഗറ്റിംഗ്. നമുക്ക് നല്ല ഡാറ്റയാണ് കിട്ടിയതെങ്കിൽ അതിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ്, ടേസ്റ്റ്, പ്രിഫറൻസ് എല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി അവിടെ ഉണ്ടാകുന്നത് ബെറ്റർ കസ്റ്റമർ
ടാർഗറ്റിംഗ് ആണ്. അടുത്തത് മോർ എഫക്റ്റീവ് കോണ്ടാക്ട് ആൻഡ് ദ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഡാറ്റ ഉണ്ടാവുക വഴി എഫക്റ്റീവ് കണ്ടൻറ്റുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ ഒക്കെ നടത്താൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കസ്റ്റമേഴ്സിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് അവരുടെ നീഡ്സ്, വാണ്ട്സ്, പ്രിഫറൻസസ് എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്വാളിറ്റി ഡാറ്റ ആണെങ്കിൽ അതിലുണ്ടാവും. അടുത്തത് ഈസി ടു യൂസ്. നല്ല ക്വാളിറ്റിയുള്ള ഡാറ്റ ആണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അടുത്തത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് ഇതിലൂടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. അടുത്തത് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി ആണ്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. കാരണം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻസ്. ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കസ്റ്റമറായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഡാറ്റ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോമ്പണൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി ആണ്. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഡാറ്റയുടെ കോമ്പണൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ അക്യുറൻസി. നല്ല ഒരു അക്യുറസി ഉള്ളതായിരിക്കണം. ആ ഒരു ഡാറ്റ 100% അക്യുറേറ്റ് ആയിരിക്കണം. അത്തരത്തിൽ അക്വയർ ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഉണ്ടാവുകയുള്ളൂ. ഡാറ്റയും ഇൻഫർമേഷനും എപ്പോഴും നല്ലൊരു റിലേഷൻ ഉണ്ട്. എല്ലാത്തിലും ഇവ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഇൻഅക്യുറേറ്റ് ഡാറ്റ ക്രിയേറ്റ് പ്രോബ്ലംസ്. ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് കംപ്ലീറ്റ്നെസ് ആണ്. ഒരു ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് നോക്കിയാലും ആ ഡാറ്റ കംപ്ലീറ്റഡ് ആയിരിക്കണം. ഒരു കുറവുകളും ഇതിനുണ്ടാവാൻ പാടില്ല. ഫുള്ളി അത് കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് കൺസിസ്റ്റൻസി ആണ്. അതായത് സ്ഥിരത ഉള്ളതായിരിക്കണം. നമ്മൾ ഇന്ന് ആ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നാളെ ആ സെയിം ഡാറ്റ വെച്ച് നമ്മൾ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ കിട്ടിയ അതേ റിസൾട്ട് ആയിരിക്കണം നാളെയും കിട്ടേണ്ടത്. അല്ലാതെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ പാടില്ല. സ്ഥിരത ഉണ്ടായിരിക്കണം. അതായത് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റെലവൻസിയാണ്. റെലവൻസി ഈസ് എ ഡെസിസീവ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഡാറ്റ റെലവൻ്റ് ആയിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് അതിനോട് സ്യൂട്ടബിളായിട്ട് നിൽക്കുന്ന ഡാറ്റ ആയിരിക്കണം. അടുത്തത് വാലിഡിറ്റിയാണ്. അതായത് ഒരു ഡാറ്റ എന്ന് പറയുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് എ ഫോമാറ്റിൽ കറക്റ്റ് ടൈപ്പിൽ റൈറ്റ് റേഞ്ചിൽ നമുക്ക് ആ ഒരു ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. നമുക്ക് അത് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതുവഴി അതൊരു വാലിഡിറ്റിയുള്ള ഡാറ്റ ആയിട്ട് മാറുന്നു. അടുത്തത് ടൈം ലൈൻസ് ആണ്. എപ്പോഴാണ് വേണ്ടത് ആ ഒരു കറൻറ്റ് ടൈമിൽ ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. ഡാറ്റ ഷുഡ് ബി അവൈലബിൾ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ ഒരു കോമ്പണൻസ്. ഇത്രയും കോമ്പണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡാറ്റ ക്വാളിറ്റിയുള്ള ഡാറ്റ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റ. അതിൽ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്നുണ്ട് കളക്ടിങ് ഹൈ ക്വാളിറ്റി ഡാറ്റ ക്യാൻ ബി ചാലഞ്ചിങ്. ചില സമയത്ത് ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായേക്കാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോയിരിക്കണം. ഇതിലൂടെ നമുക്ക് ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് ഇംപ്ലിമെൻറ്റ് എ ഡാറ്റ കളക്ഷൻ പ്ലാൻ. നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഏത് മെത്തേഡ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണം, ഇനി അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഏത് മെത്തേഡ്സ് ചൂസ് ചെയ്യണം, എന്നിങ്ങനെയുള്ള പ്ലാനുകൾ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റയ്ക്ക് ട്രാൻസ്ഫേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. അതായത് ഏത് ഡാറ്റയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കളക്ഷൻ. അതായത് ഡാറ്റ ക്ലീനിങ് ഒക്കെ പറയുന്ന പോലെ എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങൾ വന്നാൽ നമ്മൾ അത് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഫിക്സ് ചെയ്യണം. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ കറക്റ്റിംഗ് ഡാറ്റ, അതുകൂടി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത്
പ്ലാൻ ഫോർ ഡാറ്റ ഇൻറ്റിഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ പല ടൈപ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടായിരിക്കും. പല ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലും പല ടൈപ്പ് ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ പല വിധത്തിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ ചെയ്യണം കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ദ ഷുഡ് ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡാറ്റ അക്രോസ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ ഓർഗനൈസേഷൻ. അടുത്തത് പറയുന്നത് സെറ്റ് ഗോൾസ് ഫോർ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻ. നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഓൺ ഗോയിങ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റയിൽ പറയുന്നത്.
ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസ് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് അറിയണം. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദ ടേം സോഷ്യൽ നെറ്റ്വർക്ക് റിഫേഴ്സ് the social relationship among individuals, families, households, villages, communities. അതായത് ഈ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഹൗസ് ഹോൾഡ്സ്, വില്ലേജസ് എന്നിവയ്ക്ക് സോഷ്യലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് മീൻസ് അനലൈസിങ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഹൗസ് ഹോൾഡ്സ്, വില്ലേജസ് എന്നിവയുമായിട്ടുള്ള ഈ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിശകലനത്തെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത്. അടുത്തത് ബേസിക് ടെർമിനോളജി ഓഫ് SNA. അതിലൊന്നാണ് സെൻട്രാലിറ്റി. സെൻട്രാലിറ്റി എന്ന് പറയുന്നത് സെൻട്രാലിറ്റി ഈസ് എ കീ ടേം ഇൻ SNA. എ ഹൈലി സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഈസ് dominated by one individual who controls the information and knowledge flow and may become a hub of communication failure. എന്ന് വെച്ചാൽ സെൻട്രാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് എ ഹൈലി സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്, ഒരു ഹൈലി സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും അതിലെ ഇൻഫർമേഷനും നോളജ് ഓഫ് ഫ്ലോയുടെയൊക്കെ കൺട്രോൾ വരുന്നത്. ആ വ്യക്തിയായിരിക്കും അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ അത് മൊത്തം ടോട്ടലായിട്ടുള്ള ഇൻഫർമേഷനെ അത് ബാധിക്കും. ഇതിനാണ് സെൻട്രാലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ബിറ്റ്വീനസ്. ബിറ്റ്വീനസ് എന്ന് പറയുന്നത് Betweenness can identify the nodes which has the ability to control the flow of information between different parts of the network. അതായത് ഏത് നോഡിനാണ് ആ ഇൻഫർമേഷൻ്റെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക, ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്ന് ഈ ബിറ്റ്വീനസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്തതാണ് ക്ലോസ്നെസ്. Closeness measures the extent to which an individual is near to all other individuals in a network either directly or indirectly. അതായത് ഒരു വ്യക്തി നെറ്റ്വർക്കിലെ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള നേരിട്ടോ അല്ലാതെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇറ്റ് എക്സിബിറ്റ്സ് ദ എബിലിറ്റി ടു ആക്സസ് ഇൻഫർമേഷൻ ത്രൂ ദ നെറ്റ്വർക്ക് മെമ്പേഴ്സ്. അതായത് നെറ്റ്വർക്ക് അംഗങ്ങൾ വഴി വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇത് കാണിക്കുന്നുണ്ട്. അടുത്തതാണ് ഡിഗ്രി. നാലാമതാണ് ഡിഗ്രി. ഡിഗ്രി ഓഫ് എ നോഡ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ലിങ്ക്സ് ടു അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്കിലെ അതർ ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ ഓഫ് ലിങ്ക്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസിന് കുറേ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നീഡ്സ് ഉണ്ട്. അതിലൊന്നാമത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിവരങ്ങൾ വേഗത്തിലും കാര്യക്ഷമതമായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ കഴിയും. അടുത്താണ് യൂസേഴ്സ് നീഡ് ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ദ ക്രൂഷ്യൽ ഇൻഡിവിജ്വൽസ്. അതായത് കസ്റ്റമേഴ്സിനെയും ഗ്രൂപ്പ്സിനെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തത് ടു ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെറ്റ്വർക്ക്സ്. അതായത് നെറ്റ്വർക്കിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പെട്ടെന്ന്. അടുത്തതാണ് ജനറൽ അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ്. ഒന്നാമത്തെയാണ് ഫോർ ഇംപ്രൂവ്ഡ് കസ്റ്റമർ ടാർഗറ്റിംഗ്. അതായത് ഇതിൽ ഒരുപാട് പീപ്പിൾസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. ഇതിൽ നിന്ന് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, പ്രിഫറൻസ് മനസ്സിലാക്കി അവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ രണ്ടാമത്താണ് ഇൻ ഐഡൻറ്റിഫൈങ് ദ ലോയൽ കസ്റ്റമേഴ്സ്. അതായത് ഇതിൽ നിന്നും ലോയൽ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അടുത്തതാണ് ഇൻ ഫൈറ്റിംഗ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. അതായത് ടെററിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇത്. അടുത്തതാണ് ബിസിനസ് അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ്. അതിലൊന്നാമത്താണ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് ഫോർ ക്രിയേറ്റിംഗ് യൂസബിൾ കസ്റ്റമർ ഇൻ്റലിജൻസ്. അതായത്
ഒരു ഓർഗനൈസേഷന് എന്താണ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കാൻ ഈ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് സഹായിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫർമേഷൻ വെച്ച് കസ്റ്റമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ കഴിയും. രണ്ടാമത്തേതാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് ഇൻ ഓർഗനൈസേഷണൽ ചേഞ്ച്. സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് ഇൻ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് ഹെൽപ്പ് ടു റിവീൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക്സ് ദാറ്റ് കാൻറ്റ് ബി ഫൗണ്ട് ഓൺ ദ ഫോർമൽ ഓർഗനൈസേഷണൽ ചാർട്ട്സ്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് റിവീൽ ചെയ്യാൻ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സ്ട്രക്ചർ റിവീൽ ചെയ്യാനും ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസ് സഹായിക്കുന്നു. അടുത്തതാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഹെൽത്ത് ബിഹേവിയർ. അതായത് SNA പ്രൊവൈഡ്സ് എ പെർസ്പെക്റ്റീവ് ഓഫ് ഹൗ എ society functions. Social networks have a tremendous influence of the health behavior of individuals. അതായത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തിൻ്റെ സ്വഭാവത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് സോഫ്റ്റ്വെയർ. The complete the social network analysis, software packages will be needed to complete the following task. അതായത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് പൂർത്തിയാവണമെങ്കിൽ കുറച്ച് സോഫ്റ്റ്വെയർ പാക്കേജസ് ആവശ്യമാണ്. അതിലൊന്നാണ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനലൈസിസ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ. അടുത്തത് പറയാനുള്ളത് ബിഗ് ഡാറ്റ അനലൈസിസ് ആണ്. നമ്മൾ ആദ്യം എന്താണ് ഈ ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, നമ്മുടെ കയ്യിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിഗ് ഡാറ്റകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബിഗ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് ബിഗ് ഡാറ്റ ഈസ് ഓഫ്റ്റൺ ഡിസ്ക്രൈബ്ഡ് ആസ് എക്സ്ട്രീംലി ലാർജ് ഡാറ്റ സെറ്റ്സ് ദാറ്റ് ഹാവ് ഗ്രോൺ ബിയോണ്ട് ദ എബിലിറ്റി ടു മാനേജ് ദ അനലൈസ് ദം വിത്ത് ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് ടൂൾസ്. അടുത്തതാണ് ഡയമെൻഷൻസ് ഓഫ് ബിഗ് ഡാറ്റ. അതിൽ 4 പറയുന്നുണ്ട്. ഒന്നാണ് വോളിയം, 2 വെറൈറ്റി, 3 വെറാസിറ്റി, 4 വെലോസിറ്റി. അതിലൊന്നാമത്താണ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ദിസ് ഡിമെൻഷൻ റിഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ. അതായത് നമ്മുടെ കയ്യിലുള്ള ബിഗ് ഡാറ്റ അത് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അളവിനെയാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് വോളിയം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വീഡിയോനൊക്കെ MB GB എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഡാറ്റ വോളിയത്തിനെ പറയുന്നത് പെറ്റാബൈറ്റ്സ്, സെറ്റാബൈറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി റിഫേഴ്സ് ടു ദ ഇൻക്രീസിംഗ്ലി ഡൈവേഴ്സിഫൈഡ് സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ. അതായത് ഈ ബിഗ് ഡാറ്റയിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ എത്ര തരം ഡാറ്റകൾ ഉണ്ട് എന്നും എത്ര ടൈപ്പ് ഡാറ്റകൾ ഉണ്ടെന്നും അതിൽ എന്തൊക്കെ ഡൈവേഴ്സിറ്റികൾ ഉണ്ടെന്നാണ് വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറാസിറ്റി എന്ന് പറഞ്ഞാൽ ദ മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ കളക്റ്റഡ് ഫോർ ബിഗ് ഡാറ്റ പ്രോസസ്സസ് can lead to statistical errors and misinterpretation of the collected information. അതായത് ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ് കാര്യങ്ങൾ നോക്കുന്നതിനാണ് വെറാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ എറേഴ്സ് വരാതിരിക്കാൻ നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ക്ലീനിങ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള എറേഴ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അടുത്തതാണ് വെലോസിറ്റി. ബിഗ് ഡാറ്റ വെലോസിറ്റി ഡീൽസ് വിത്ത് ദ ആക്സിലറേറ്റിംഗ് സ്പീഡ് അറ്റ് വിച്ച് ഡാറ്റ ഫ്ലോസ് ഇൻ ഫ്രം സോഴ്സസ് ലൈക്ക് ബിസിനസ്, പ്രോസസ്, മെഷീൻസ്, നെറ്റ്വർക്ക്സ്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡാറ്റ ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള സ്പീഡ്. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡാണ്. അതായത് നമ്മൾ ഈ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് പല സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ ഡാറ്റ ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള സ്പീഡിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനലൈസിസിൽ നമുക്ക് പറയാനുള്ളത്. Types of big data. Big data could be found in 3 forms:
structured, unstructured, and semi-structured. First one is structured. Any data that can be stored, accessed, and processed in the form of fixed format is termed as structured data. Computer science has achieved in greater success in developing techniques for working with such kind of data. നിശ്ചിത ഫോർമാറ്റിൻ്റെ രൂപത്തിൽ സംഭരിക്കാനും ആക്സസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും കഴിയുന്ന ഏത് ഡാറ്റയെയും സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാം. അത്തരം ഡാറ്റകളുമായി പ്രവർത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ കമ്പ്യൂട്ടർ സയൻസ് മികച്ച വിജയം നേടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് അൺസ്ട്രക്ചേർഡ്. എനി ഡാറ്റ വിത്ത് അൺനോൺ ഫോം ഓർ ദി സ്ട്രക്ചർ ഈസ് നോൺ ആസ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അൺനോൺ ഫോമിലുള്ള ഡാറ്റയാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സിമ്പിൾ ടെക്സ്റ്റ് ഫയലുകൾ, ഇമേജുകൾ, വീഡിയോകൾ മുതലായവയുടെ സംയോജനം ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യമാർന്ന ഡാറ്റ ഉറവിടം. ഒരു ഓർഗനൈസേഷൻ്റെ പക്കൽ ധാരാളം ഡാറ്റയുണ്ട്. ഈ ഡാറ്റ അതിൻ്റെ അസംസ്കൃത രൂപത്തിലോ ഘടനാരഹിതമായോ ആണെങ്കിൽ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഡാറ്റ ശേഖരിക്കാൻ കഴിയില്ല. അതാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ആൻഡ് തേർഡ് വൺ ഈസ് സെമി സ്ട്രക്ചേർഡ്. Semi-structured data can contain both the forms of data. സ്ട്രക്ചേർഡ് ഡാറ്റയുടെയും അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെയും ഒരു കോമ്പിനേഷനാണ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടെക്നോളജീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ബിഗ് ഡാറ്റയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബിസിനസ് ഇൻ്റലിജൻസ്. Business intelligence is a set of processes, architectures, and technologies that convert raw data into meaningful information that drives profitable business actions. ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പ്രോസസ്സിൻ്റെ, ആർക്കിടെക്ചേഴ്സിൻ്റെ അസംസ്കൃത ഡാറ്റയെ ലാഭകരമായ ബിസിനസ് പ്രവർത്തനങ്ങൾ നയിക്കുന്ന മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ അതിനെയാണ് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഡാറ്റ മൈനിങ്. അനന്തര ഫലങ്ങൾ പ്രവചിക്കുന്നതിനായിട്ട് ബിഗ് ഡാറ്റ സെറ്റുകൾക്കുള്ളിൽ അപാകതകളും പാറ്റേണുകളും പരസ്പര ബന്ധങ്ങളും കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ്. These look at data using algorithms based on statistical principles and normally concentrates on data set related to polls, census and other statistic data sets. ഇവ സ്റ്റാറ്റിസ്റ്റിക്കൽ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിതം ഉപയോഗിച്ച് ഡാറ്റ നോക്കുകയും സാധാരണയായി പോളീസ്, സെൻസസ്, മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സെറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഡാറ്റ സെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ, പ്രെഡിക്റ്റീവ് അനാലിസിസ്. Predictive analytics is the use of data, statistical algorithms, and machine learning techniques to identify the likelihood of future outcomes based on historical data. ചരിത്രപരമായ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഭാവി ഫലങ്ങളുടെ സാധ്യത തിരിച്ചറിയാൻ ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതങ്ങൾ, മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ എന്നിവയുടെ ഉപയോഗമാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. Fifth one is data modeling. In simple terms, data modeling is nothing but a process through which data is stored structurally in a format in a database. ഡാറ്റ മോഡലിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റാബേസിൽ ഘടനാപരമായി ഡാറ്റ സംഭരിക്കുക എന്നതാണ് ഡാറ്റ മോഡലിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് is how big data works. First one, integrate. Big data can be categorized as unstructured or structured. Structured data consists of information already managed by the organization in database and spreadsheets. Unstructured data is information that is unorganized and does not fall into a predetermined model or format. ബിഗ് ഡാറ്റയെ നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ, അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്നിട്ട് തരംതിരിക്കാം. ഡാറ്റാബേസുകളിലും ഓർഗനൈസേഷനുകൾ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്പ്രെഡ്ഷീറ്റുകളാണ് നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് ഘടനയില്ലാത്ത ഡാറ്റ വിവരങ്ങളാണ്. അസംഘടിതവും മുൻകൂട്ടി നിശ്ചയിച്ച മാതൃകയിലോ ഫോർമാറ്റിലോ ഉൾപ്പെടാത്ത തരത്തിലുള്ള ഡാറ്റകളെയാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് മാനേജ്. ബിഗ് ഡാറ്റ റിക്വയർസ് സ്റ്റോറേജ് സൊല്യൂഷൻ ക്യാൻ ബി ഇൻ ദി ക്ലൗഡ്, ഓൺ പ്രിമൈസസ് ഓർ ബോത്ത്. ബിഗ് ഡാറ്റകൾക്ക് സംഭരണം ആവശ്യമാണ്. സ്റ്റോറേജ് സൊല്യൂഷൻസ്
ക്ലൗഡിലോ പരിസരത്തോ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിലുള്ള ഡാറ്റ സംഭരിക്കാനും ആവശ്യമുള്ള പ്രോസസ്സിംഗ് നടത്തുവാനും ഡാറ്റ സെറ്റുകളിലേക്ക് ആവശ്യാനുസരണം കൊണ്ടുവരാനും കഴിയും. ആൻഡ് തേർഡ് വൺ ഈസ് അനാലിസിസ്. Investment in big data, meta-analysis, analysis and act up on it. Big data is most often stored in computer database and is analyzed using softwares specifically. ബിഗ് ഡാറ്റയിലെ നിക്ഷേപം യാഥാർത്ഥ്യമാക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബിഗ് ഡാറ്റ മിക്കപ്പോഴും കമ്പ്യൂട്ടർ ഡാറ്റാബേസുകളിൽ സംഭരിച്ചിരിക്കുന്നതും പ്രത്യേകമായി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാവുന്നതുമാണ്. Next topic is advantages of big data. First one is improved business processes. The biggest advantage of big data is it helps businesses to gain a huge competitive advantages. മെച്ചപ്പെട്ട ബിസിനസ് പ്രക്രിയകളാണ് ബിഗ് ഡാറ്റയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ഉപഭോക്താക്കളെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നതിന് പുറമെ ബിഗ് ഡാറ്റ വിശകലനം ചെയ്യുന്നതിന് ചില ബിസിനസ് പ്രവർത്തനങ്ങളുടെ മെച്ചപ്പെടുത്തലിനും ഒപ്റ്റിമൈസേഷനും കാരണമാകും. Second one is businesses can utilize outside intelligence while taking decisions. Access to social data from search engines and sites like Facebook, Twitter and enabling organizations to design their business strategies. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബിസിനസ്സുകൾക്ക് പുറത്തു നിന്നുള്ള ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കഴിയും. സെർച്ച് എഞ്ചിനുകളിൽ നിന്നും ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള സൈറ്റുകളിൽ നിന്നും സോഷ്യൽ ഡാറ്റയിലേക്കുള്ള ആക്സസ് അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ ഓർഗനൈസേഷനുകൾ പ്രാപ്തമാകുന്നു. And third one is improved customer service. One of the most common goals among big data analytics programs is improving customer services. മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനം, അതാണ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റ അനലിറ്റിക്സിലെ ഏറ്റവും സാധാരണമായ ലക്ഷ്യങ്ങളിലൊന്ന് പ്രോഗ്രാമുകൾ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുക എന്നതാണ്. ഇന്നത്തെ ബിസിനസ്സുകൾ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ പോലെയുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധാരാളം വിവരങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. ഉപഭോക്തൃ കോൺടാക്റ്റിൽ മറ്റ് പോയിന്റുകൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലും ഈ വലിയ അളവിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഒരു ഉപഭോക്താവിൻ്റെ അഭിരുചിയും മുൻഗണനയും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. Fourth one is fraud detection. Disadvantages of using big data comes from the implementation of machine learning technologies. It helps bank and other financial institutions to detect frauds like fraudulent purchases with credit cards often before even that card holder get to know about it. Fourth one എന്ന് പറയുന്നത് ഫ്രോഡുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ നിന്നാണ് ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്നതിൻ്റെ ഈ നേട്ടം. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള വഞ്ചനകളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് early identification of risks to the product or services. Big data technologies can be used for creating a staging area or a landing zone for new data before identifying what data should be moved to the data warehouse. ഡാറ്റ വെയർഹൗസിങ്ങിലേക്ക് എന്ത് ഡാറ്റയാണ് മാറ്റേണ്ടത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് പുതിയ ഡാറ്റയ്ക്കായി ഒരു സ്റ്റേജിംഗ് ഏരിയ അല്ലെങ്കിൽ ലാൻഡിംഗ് സോണൊക്കെ സൃഷ്ടിക്കുന്നതിന് ബിഗ് ഡാറ്റ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. And next one is drawbacks or disadvantages of big data. First one is traditional storage can be cost lot of money to store big data. ബിഗ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഒരുപാട് പണച്ചെലവ് ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് ലോട്ട് ഓഫ് ബിഗ് ഡാറ്റ ഈസ് അൺസ്ട്രക്ചേർഡ്. ഈ ബിഗ് ഡാറ്റ അധികവും അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് തേർഡ് വൺ ഈസ് ബിഗ് ഡാറ്റ അനലിസ്റ്റ് വയലേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈവസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഫോർത്ത് വൺ ഈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേഷൻ ഓഫ് കസ്റ്റമർ റെക്കോർഡ്സ്. ഉപഭോക്തൃ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാം. ഫിഫ്ത്ത് വൺ ഈസ് it may increase social stratification വർദ്ധിപ്പിക്കും ഇത്. സിക്സ്ത് വൺ ഈസ് ബിഗ് ഡാറ്റ അനലിസിസ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഷോർട്ട് ടേം റൺസിന് ഈ ബിഗ് ഡാറ്റ യൂസ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് സെവൻത്ത് വൺ ഈസ് ബിഗ് ഡാറ്റ അനലിസ്റ്റ് റിസൾട്ട്സ് ആർ മിസ്ലീഡിങ് സംടൈംസ്. ഇത് ചില സമയങ്ങളിൽ മിസ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് എയ്ത്ത് വൺ ഈസ് സ്പീഡി അപ്ഡേറ്റ്സ് ഇൻ ബിഗ് ഡാറ്റ ക്യാൻ മിസ്മാച്ച് റിയൽ ഫിഗേഴ്സ്.
ദി ലാസ്റ്റ് പോയിന്റ് ഈസ് ദി ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ്. ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്സിനെയാണ്. എ ഡാറ്റ സയൻറ്റിസ്റ്റ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് എൻ എംപ്ലോയി ഓർ ബിസിനസ് ഇൻ്റലിജൻസ് കൺസൾട്ടൻറ്റ് ഹൂ എക്സലൻസ് at analyzing data, particularly large amount of data to help a business gain and competitive edge. The data scientist is usually the term leader during a big data analytic project. ഒരു ബിഗ് ഡാറ്റ അനലിറ്റിക് പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്ന ഒരു ലീഡറാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ് സാധാരണമായി ഒരു ജോലിക്കാരുമായോ ബിസിനസ് ഇൻ്റലിജൻസ് ആയിട്ടൊക്കെ കൺസൾട്ടൻ്റായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ഡാറ്റ വിശകലനം ചെയ്യുന്നതിൽ മികവ് പുലർത്തുന്നവരായിരിക്കും. ഇൻ്റലിജൻസ് പറയുന്നത് ഈ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡാറ്റയൊക്കെ യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് അതിലുള്ള അറിവ് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലായിട്ടുണ്ടാവും. മറിച്ച് പ്രത്യേകിച്ച് വലിയ അളവിലുള്ള ഒരു ഡാറ്റ ബിസിനസ് മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കാൻ ഈ ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ബിഗ് ഡാറ്റ, ടെക്നോളജീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ബിഗ് ഡാറ്റ, ഹൗ ബിഗ് ഡാറ്റ വർക്ക്സ്, അഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ, ഡ്രോബാക്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ ആൻഡ് ദ ഡാറ്റ സയൻറ്റിസ്റ്റ്. റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി. ഫസ്റ്റ് വൺ, എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ മാനേജ്മെൻറ്റിന് പവർ നൽകുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റാണ്. സെക്കൻഡ് വൺ, ഡയറക്റ്റിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രെൻഡ്സ്. അതായത് ട്രെൻഡ്സുകളെ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രെൻഡുകളെ മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. തേർഡ് വൺ, ചലഞ്ചിങ് ദ സ്റ്റാഫ് ടു അഡോപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതായത് ഡാറ്റ അനലൈസിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രാക്ടീസുകളെ അഡോപ്റ്റ് ചെയ്യാൻ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ചലഞ്ചായിട്ട് നൽകും. അതായത് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രാക്ടീസുകളെയാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഡാറ്റ സയൻറ്റിസ്റ്റിലൂടെ ചെയ്യാൻ സാധിക്കുക. ഫോർത്ത് പോയിന്റ്, ഐഡൻറ്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഫിഫ്ത്ത് വൺ, ഡിസിഷൻ മേക്കിംഗ് വിത്ത് ക്വാണ്ടിഫയബിൾ ഡാറ്റ. ക്വാണ്ടിഫയബിൾ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് വലിയൊരു റോളുണ്ട്. സിക്സ്ത് പോയിന്റ്, ടെസ്റ്റിംഗ് ദ ഡിസിഷൻസ്. ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഡിസിഷനെ ടെസ്റ്റ് ചെയ്യുന്നു. അത് ഫെയിലാകുമോ അതോ സക്സസ് ആകുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സെവൻത്ത് പോയിന്റ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റീഫൈനിങ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ടേസ്റ്റിനും പ്രിഫറൻസുകളും ഒക്കെ മനസ്സിലാക്കാനും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കും. ലാസ്റ്റ് പോയിന്റ്, റിക്രൂട്ടിംഗ് ദ റൈറ്റ് ടാലൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ് പേഴ്സണെ റിക്രൂട്ട് ചെയ്യാനും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ ബിസിനസ്. അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ റോള് ഇത് ഏതൊരു ഫീൽഡായാലും ബിസിനസ് ആയാലും അങ്ങനെ ഏതൊരു ഫീൽഡായാലും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. എക്സാമ്പിൾ, ചാറ്റ് ബോട്ട്. ഇപ്പോൾ 24 hours ഒരു പക്ഷേ കസ്റ്റമേഴ്സ് എക്സിക്യൂട്ടീവ് ഉണ്ടായിക്കോണമെന്നില്ല. ആ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഇത് ചാറ്റിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെയോ വോയിസിലൂടെയോ ഒക്കെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്ന ടെക്നോളജിയാണിത്. രണ്ടാമത്തെ എക്സാമ്പിൾ, CRM, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്. ഒരു തവണ കസ്റ്റമർ ഒരു കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നോക്കുന്നുണ്ട്. കാരണം കസ്റ്റമേഴ്സാണ് അവരുടെ ബിസിനസ്സിനെ സക്സസ് ആക്കുന്നത്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ CRM എന്ന ടേം വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, ഇൻറ്റേർണൽ ഓഫ് തിങ്സ്. നമ്മുടെ ഓരോ കാര്യവും അതായത് B2B, B2C ഇങ്ങനെ ഏതൊരു മോഡലും ആയിക്കോട്ടെ അതെല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ്. അപ്പോൾ അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലെ ഇഷ്ടംപോലെ സൈറ്റുകൾ ഏതെടുത്താലും ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെയാണ് അതിൻ്റെ പ്രോസസ്സിങ്.
അടുത്തായിട്ട് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് AI ഇ ബിസിനസ്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ്. ഫസ്റ്റ് ബെനിഫിറ്റ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ പർച്ചേസ് ആറ്റിറ്റ്യൂഡ് ഏതൊക്കെയാണെന്ന് കമ്പനികൾ അനലൈസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഏത് പ്രൊഡക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക എന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ് സുപ്പീരിയർ സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. ഓൺലൈനായിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ട് ഉള്ള കോസ്റ്റിലായിരിക്കും പ്രൊഡക്ട്സ് അവൈലബിൾ ആവുന്നത്. തേർഡ് വൺ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊമോട്ട്സ് സെയിൽസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റിയോട് കൂടി തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് ആഡ് വഴി അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ വീഡിയോസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്കാണ് എത്തിക്കുന്നത്. ഫോർത്ത് പോയിന്റ് പേഴ്സണലൈസ്ഡ് കണ്ടൻറ്റ്. ഏത് സൈറ്റ് എടുത്താലും, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഏതൊരു സൈറ്റ് എടുത്താലും അതിൽ ഏത് പ്രൊഡക്റ്റ് വേണം, ഏത് പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രൈസ് ലെവലിൽ വേണം എന്നൊക്കെ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് വൺ AI ഇൻ മാർക്കറ്റിംഗ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പല പ്രോസസ്സുകളും എല്ലാം ഓൺലൈനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇ-കൊമേഴ്സിൽ നല്ലപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാസ്റ്റ് പോയിന്റ് കസ്റ്റമർ സർവീസസ്. ലോങ് ടൈം ആയിട്ടാണ് അവർക്ക് അതിനുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ്. ഏതൊരു കാര്യം ചെയ്യാനാണെങ്കിലും അതിന് കൺട്രോൾ വേണം. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണം. എന്നാൽ മാത്രമേ എല്ലാ കാര്യവും നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റലിജൻറ്റ് ഏജൻസിന് 3 ഡയമെൻഷൻസ് ഉണ്ട്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏജൻസി. ഒരു ഏജൻറ്റ് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ ഇൻ്റലിജൻസ്. ഒരു ഏജൻറ്റ് എത്രമാത്രം ഇൻ്റലിജൻസ്, അതായത് എത്രമാത്രം ബുദ്ധിയുണ്ട് എന്ന് പറയാം. അതാണ് ഇൻ്റലിജൻസ് എന്ന ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ മൊബിലിറ്റി. അതായത് ഒരു ക്ലയൻറ്റിൽ നിന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഗാദർ ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനും എത്രമാത്രം കഴിവുണ്ട് ആ ഏജൻറ്റിന് എന്നതാണ് മൊബിലിറ്റി. അടുത്തായിട്ട് പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ്. ഫസ്റ്റ് വൺ മൊബിലിറ്റി. മൊബിലിറ്റി എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്ലയൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഏജൻറ്റിന് എത്രമാത്രം കഴിവുണ്ട് എന്നതാണ് മൊബിലിറ്റി. സെക്കൻഡ് വൺ ഗോൾ ഓറിയൻറ്റഡ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ഇൻ്റലിജൻറ്റും വർക്ക് ചെയ്യുന്നത്. തേർഡ് വൺ ഇൻഡിപെൻഡൻറ്റ്. മറ്റുള്ള ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ എത്രമാത്രം കഴിയുമെന്നാണ് ഇൻഡിപെൻഡൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വൺ ഇൻ്റലിജൻറ്റ്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നതും അതുപോലെ ഡിസിഷൻസ് എടുക്കുന്നതും. ഫിഫ്ത്ത് വൺ റെഡ്യൂസസ് നെറ്റ് ട്രാഫിക്. മറ്റുള്ള ഡിവൈസുകളുമായി കണക്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഡിവൈസുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് കുറച്ചുകൂടി ഫാസ്റ്റാണ്. സിക്സ്ത് വൺ മൾട്ടിപ്പിൾ ടാസ്ക്. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് സാധിക്കും എന്നതാണ് മൾട്ടിപ്പിൾ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഇ-കൊമേഴ്സ് രംഗങ്ങളിലുള്ള ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ആണ് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ. കസ്റ്റമറിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, വാണ്ട്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അടുത്തത് ബ്രോക്കറിങ്. ഓർഗനൈസിൻ്റെയും പർച്ചേസ് ചെയ്യാൻ വരുന്ന ആ ബയേഴ്സിൻ്റെയും ഇടയിൽ ഒരു ബ്രോക്കറായി, ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കണം. ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സായി പ്രവർത്തിക്കണം. അടുത്തത് നെഗോസിയേഷൻ. പ്രൈസിൻ്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ട ഗുഡ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് വാങ്ങിച്ചെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്ന ആളായിരിക്കണം. പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പേയ്മെൻറ്റ് നടപ്പിലാക്കാനും നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനും സാധിച്ചിരിക്കണം.
പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷൻ. ആഫ്റ്റർ സർവീസ്, അതായത് ആ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനും സാധിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഇന്റലിജന്റ് ഏജന്റ്സ് ഇ കൊമേഴ്സിൽ ചെയ്യേണ്ടത്. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റലിജന്റ് ഏജന്റ് ഓഫ് ബയേഴ്സ്. ഇവർക്ക് ഈസിയായി ഷോപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ കമ്പാരിസൺസ് നടത്താനും, 1-2 ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റോറ്, ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു. റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജിൽ വരുന്നത്. ലിമിറ്റേഷൻ ഓഫ് ഇന്റലിജന്റ് ഏജന്റ്, ഡാറ്റ മോഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡാറ്റ സ്ട്രിപ്പിംഗ് ഓർ ഓൾട്രേഷൻ, ഡാറ്റ മാറ്റിമറിക്കാൻ ഇവർക്ക് കഴിയും. ഇതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. Ethical and legal consideration in business analytics. കംപ്ലീ വിത്ത് ലീഗൽ റിക്വയർമെന്റ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലായി വർക്ക് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ് ഇത്തിക്കലായി നമ്മൾ ഫോളോ ചെയ്യണം. അടുത്തത് ഇൻട്രസ്റ്റ് ഓഫ് ഷേക്ക് ഹോൾഡേഴ്സ്. ഷേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം. അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് മൂവ് ചെയ്യേണ്ടതാണ്. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് ആണ് കണക്കിലെടുക്കേണ്ടത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റയെ നമ്മൾ അത്രക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഡ്യൂ കെയർ പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലായി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത്രയും കെയർ കൊടുത്ത് ആ കാര്യത്തിന് മാത്രം ഡാറ്റ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രയും കെയർ കൊടുക്കണം. കോൺഫിഡൻഷ്യലിറ്റി, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ ഡാറ്റയും കോൺഫിഡൻ്റ് ആവണം. മറ്റുള്ളവർക്ക് കൈമാറാനോ മിസ്ലീഡിങ് ചെയ്യാനോ ഒന്നിനും പാടില്ല. അത്രക്കും നമ്മൾ എന്താവണം, കോൺഫിഡൻ്റ് ആവണം ഡാറ്റൻ്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആൻഡ് ഇല്ലീഗൽ കൺസിഡറേഷൻ ഓഫ് ബിസിനസ് അനലിറ്റിക്സിൽ കംപ്ലീ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്താൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആവണം. ഡ്യൂ കെയർ, ഭയങ്കര കെയർ കൊടുക്കണം. കോൺഫിഡൻറ്റിലിറ്റി, ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ടാവണം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ കോൺഫിഡൻ്റ് ആവണം. മറ്റുള്ളവർക്ക് കൈമാറാനോ ഒന്നിനും പാടില്ല. താങ്ക് യു ഓൾ.